കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi, and welcome to IGNO Focus 5.0. No previous year question paper, no ultimate analysis and the whole session. So in this session, we are discussing BA Political Science paper, BPSC 102. So ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ TEയിലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പാസ്റ്റ് ഇയേഴ്സിൽ റിക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ഒരു അനാലിസിസും ഇതോടൊപ്പം നമ്മൾ കണക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. സോ ഈ ഒരു അനാലിസിസിന്റെ റോഡ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഒബിയസ്ലി ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. എല്ലാ യൂണിറ്റ്സും അതിന്റെ സബ് യൂണിറ്റ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് ഫോർമാറ്റുകളുള്ള എക്സാം പാറ്റേൺസും അതിന്റെ മാർക്കിംഗ് സ്ട്രക്ചറും ആൻഡ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂസും അതോടൊപ്പം തന്നെ ഈ ഒരു TEയിലോട്ടേക്ക് പ്രൊബബിൾ ആയിട്ടുള്ള സം ടോപ്പിക്സും അതിന്റെ ഒരു പ്രഡിക്ഷൻ അനാലിസിസും. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മൾ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇഗ്നോയുടെ തന്നെ സെയിം സ്റ്റൈലിൽ മിറർ ചെയ്തുണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ്. അതിന്റെ മാർക്കിംഗ് സ്കീമും മോഡൽ ആൻസറും നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം, നന്നായിട്ട് തന്നെ പ്രാക്ടീസും ചെയ്യണം. സോ സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ സം ടോപ്പിക്സിന് നമ്മൾ ഹൈ ടു ലോ റെലവെന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഹൈ റെലവൻസ് എന്ന് പറയുമ്പോൾ 10 ടൈംസോളം അപ്പിയർ ചെയ്തിട്ടുള്ളതാണ് പാസ്റ്റ് ഇയേഴ്സിൽ. മീഡിയം റെലവെന്റ് എന്ന് പറയുമ്പോൾ 5 to 9 അപ്പിയറൻസസ് ആണ്. ലോ റെലവെന്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 അപ്പിയറൻസസ് ഉള്ളതാണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് നമുക്ക് കോർ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും അതിന്റെ റെലവൻസും അപ്പിയറൻസസും ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 8 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. ഫിലോസഫിക്കൽ പ്രിമൈസസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 6 ടൈംസ് അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. Preamble 11 times appeared ആണ്, high category ആണ്. Fundamental rights 14 times appeared ആണ്, high category ആണ്. Next one DPSPC Directive Principles of State Policy 10 times appeared ആണ്, high category ആണ്. Fundamental duties 5 times appeared ആണ്, medium category ആണ്. Parliament and state legislatures 9 times appeared ആണ്, medium category. Union and state executive 9 times appeared ആണ്, medium category ആണ്. Judiciary Supreme Courtum High Courtum 12 times appeared ആണ്, high category. Division of powers, emergency provisions, medium category ആണ്. 5th and 6th schedules, low category ആണ്. Local self governance 8 times appeared ആണ്, medium category ആണ്. സോ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ബാർ ചാർട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്ലോക്ക് 1 ഇസ് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്, ഫോളോഡ് ബൈ ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 3. നെക്സ്റ്റ് ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ആണ്. അതിനകത്ത് ബ്ലോക്ക് 1ലുള്ള യൂണിറ്റ് 5 ആൻഡ് 4 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ യൂണിറ്റ് 9 ഇൻ ബ്ലോക്ക് 2 ഇസ് ഹൈലി ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് കുറച്ച് ഹൈ യീൽഡ് ടോപ്പിക്സ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതുപോലെ ഡയറക്റ്റീവ് പോളിസി, സ്റ്റേറ്റ് പോളിസി ആൻഡ് ജുഡീഷ്യറീസ് ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഫീച്ചേഴ്സും കോൺസെപ്റ്റും എല്ലാം തന്നെ നമുക്ക് ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലോങ് ഡിസ്ക്രിപ്റ്റീവ് അനലറ്റിക്കൽ ഫോർമാറ്റിൽ വരുന്ന എസ്സേസ് ആണ്. 20 മാർക്കർ ആണ്, 400 വേർഡ്സ്. കമ്പാരിറ്റീവ് റാഷണൽ എസ്സേസ് 20 മാർക്ക്, 400 വേർഡ്സ് ആണ്. ക്രിട്ടിക്കൽ അല്ലെങ്കിൽ ഇവാലുവേറ്റീവ് എസ്സേസ് 400 വേർഡ്സിന് 20 മാർക്കർ ആണ്. ഷോർട്ട് നോട്ട്സ് 10 മാർക്കിനാണ്. 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമ്മൾ ഒന്നും കൂടെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് കൈൻഡ് ഓഫ് എസ്സേസ് ടൈപ്പ് A ക്വസ്റ്റ്യൻസ് ആണ്, 20 മാർക്കറിനാണ്, 400 വേർഡ്സിനാണ്. ഇതിന് നമ്മൾ ആദ്യം ഒരു ഇൻട്രോ കൊടുക്കണം, ദെൻ ഒരു ബോഡി പാർട്ട് ആൻഡ് കൺക്ലൂഷൻ. ഇങ്ങനെയായിരിക്കും നമ്മൾ ആൻസർ സ്ട്രക്ചർ ചെയ്യേണ്ടത്. ഓക്കെ, FRും പാർലമെന്റും 5th സ്കെഡ്യൂളും ഒക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്ന കോർ ടോപ്പിക്സുകളാണ്. ഇങ്ങനത്തെ അനലറ്റിക്കൽ എസ്സേസിന് സാധ്യതയുള്ള കൈൻഡ് ഓഫ് ടോപ്പിക്സുകളാണ്. നെക്സ്റ്റ് കമ്പാരിറ്റീവ് ലെവൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്പ് B DPSPസും ഫണ്ടമെന്റൽ റൈറ്റ്സും സ്റ്റേറ്റ് അതുപോലെ സെൻട്രൽ റിലീജിയൻസും ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ 20 മാർക്കർ ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ട സം ക്വസ്റ്റ്യൻസ്. സോ ക്രിട്ടിക്കൽ ആർഗ്യുമെന്റ്സ് നമ്മൾ കുറച്ചും കൂടെ ഇതിനകത്ത് അഡ്രസ് ചെയ്യണം. എമർജൻസി പ്രൊവിഷൻസും റോൾ ഓഫ് പ്രസിഡന്റും പാർലമെന്റ് വേഴ്സസ് ജുഡീഷ്യറി ഡിബേറ്റ്സ് ഒക്കെ 20 മാർക്കർ ആണ്, 400 വേർഡ്സ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് Bയിലെ ഷോർട്ട് നോട്ട്സ് ആണ്, 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്, 200 വേർഡ്സിന്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1
കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിലോസഫി, റൈറ്റ്സ്, DPSP, ഡ്യൂട്ടീസ്, പ്രിയാമ്പിൾ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് 50 മാർക്കറാണ്, 50% ആണ് ഒരു ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 2 പാർലമെന്റ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി 32% ആണ്. ബ്ലോക്ക് 3 ഫെഡറലിസം, സ്കെഡ്യൂൾസ്, എമർജൻസി ആൻഡ് ലോക്കൽ ഗവൺമെന്റ് 70% ആണ് ചാൻസസ്. ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ട്രെൻഡ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. ഷോർട്ട് നോട്ട്സ് കമ്പാരിറ്റീവ്ലി ഒരു സ്റ്റഡി ലെവലാണ്. അതുപോലെ തന്നെ കമ്പാരിറ്റീവ് എസ്സേസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ജൂൺ 24 ഒരു ജമ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് സ്റ്റഡി ലെവൽ അല്ല, ആക്ച്വലി ഇത് ഫ്ലക്ച്വേറ്റഡ് ആണ്, കുറച്ച് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വരുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ പാറ്റേൺസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. December 21 തൊട്ട് 25 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലോട്ടേക്ക് എത്തിയിട്ടുള്ളത്. സോ നമ്മൾ എപ്പോഴും ആൻസർ എഴുതുമ്പോൾ അതിന് 20 മാർക്കർ ആവുമ്പോഴും അതുപോലെ 10 മാർക്കർ ആവുമ്പോഴും അതിനൊരു ആൻസർ ഫോർമാറ്റ് ഉണ്ട്. ആ സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യാൻ തന്നെ നോക്കണം. ഇതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യും? 3 അവേഴ്സിന്റെ ഉള്ളിലാണ് 100 മാർക്സ് ആണ്. സോ ടൈം ലിമിറ്റും അതുപോലെ വേർഡ് ലിമിറ്റും നിങ്ങൾ മാനേജ് ചെയ്തിട്ട് വേണം ആൻസർ നമ്മൾ എഴുതാൻ വേണ്ടി. ഓക്കെ, സോ ഈ സം ക്വസ്റ്റ്യൻസിന് നമ്മൾ എങ്ങനെയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും? 38 മിനിറ്റ്സ് എടുത്തിട്ട് നമുക്ക് 20 മാർക്കറിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ നേച്ചർ, സിഗ്നിഫിക്കൻസ് ആൻഡ് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, സോ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അതുപോലെ തന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസും ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വൺ, ഡിസ്കസ് ദ പവേഴ്സ്, പൊസിഷൻ ആൻഡ് റോൾ ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം. ഓക്കെ, അപ്പൊ സബ് ഹെഡിങ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. 5 ടൈംസ് അപ്പിയർഡ് ആണ്. തേർഡ് വൺ, അനലൈസ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഹൈലൈറ്റിംഗ് ദർ നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് മെയിൻ ഫീച്ചേഴ്സ്. ഇതിന് FR വെച്ചിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെറിയൊരു നോട്ടൊക്കെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. 4 ടൈംസ് അപ്പിയർഡ് ആണ്. നെക്സ്റ്റ്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ജുഡീഷ്യൽ റിവ്യൂ അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 4 ടൈംസ് അപ്പിയർഡ് ആണ്. എക്സാമിൻ ദ ഫിലോസോഫിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. Next one, explain the emergency provision of Indian Constitution and their implication for federalism and rights. 3 times appeared ആണ്. Seventh one, compare and contrast the fundamental rights and directive principles of state policy. 3 times appeared ആണ്. Eighth one, discuss the structure, powers and legislative procedure of the Indian Parliament or Union Legislature. 3 times appeared ആണ്. Ninth one, discuss the concept and salient features of fundamental rights in Indian Constitution. FR എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ പേപ്പറിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ടോപ്പിക് ആണ്. 10th, discuss the preamble of Indian Constitution and its key feature or significance. 3 times appeared ആണ്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ ഫ്രീക്വൻസി ടേബിൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 6 ടൈംസ് അപ്പിയർഡ് ആണ്. ആവറേജ് സ്കോർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 18 ആണ്. പ്രസിഡന്റ് പവേഴ്സും റോൾസും 5 ടൈംസ് അപ്പിയർഡ് ആണ്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. TPSPs നേച്ചറും അതിന്റെ ഫീച്ചേഴ്സും 4 ടൈംസ് അപ്പിയർഡ് ആണ്. 15 ആണ് ഒരു ആവറേജ് സ്കോർ. ജുഡീഷ്യൽ റിവ്യൂ 4 ടൈംസ് അപ്പിയർഡ് ആണ്. 10 ആണ് ഒരു ആവറേജ് സ്കോർ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഫിലോസോഫിക്കൽ ഓർ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് 3 ടൈംസ് അപ്പിയർഡ് ആണ്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. എമർജൻസി പ്രൊവിഷന് 3 ടൈംസ് അപ്പിയർഡ് ആണ്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. FR വേഴ്സസ് DPSP കമ്പാരിസൺസ് 3 ടൈംസ് അപ്പിയർഡ് ആണ്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. പാർലമെന്റ് കമ്പോസിഷനും പവേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, കോൺസെപ്റ്റ് ആൻഡ് ഫീച്ചേഴ്സ്, പ്രിയാമ്പിൾ, നേച്ചർ, ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് 3 ടൈംസ് അപ്പിയർഡ് ആണ്. അറൌണ്ട് 20 മാർക്കർ. ഇനി നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ട് ഇതിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യും എന്നുള്ളതാണ്. ഡിഫറെന്റ് കീ ടോപ്പിക്സുകൾ ഉണ്ട്. FR, DPSP, പ്രസിഡന്റ്, എമർജൻസി പോലത്തതൊക്കെ. സോ 400 വേർഡ്സിന് വേണ്ടിയിട്ട് ഇതിന് നമ്മൾ ആൻസർ സെറ്റ് ചെയ്ത് വെക്കണം 12 to 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ. ഷോർട്ട് ആൻസർ എഴുതുമ്പോൾ 10 മാർക്കർ ആയിരിക്കും. 200 വേർഡ്സിന് ഒരു 8 to 10 മിനിറ്റ്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള സം കീ ടോപ്പിക്സുകളുണ്ട്. അതിന്റെ ഒരു പെർസെന്റേജ് ഷെയർ ആണ് റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പ്രിയാമ്പിള്, FR, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, DPSPs ഒക്കെ.
അതിനൊരു ഷെയർ എന്ന് പറയുന്നത് ബിഗ് എമൗണ്ട് തന്നെയാണ്. സോ ഈ ഒരു കീ ടോപ്പിക്സിൽ നമ്മൾ കുറച്ചും കൂടെ സ്ട്രെസ് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഈ ഒരു TE നമുക്ക് മാക്സിമം സ്കോറിൽ പാസ്സാവാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു TE-ലോട്ടേക്ക് എക്സ്പെക്ടഡ് ആയിട്ടുള്ള സം ടോപ്പിക്സിന്റെ ഒരു പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ ആണ്. ഫസ്റ്റ് ടോപ്പിക് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 40 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ഫിലോസോഫിക്കൽ പ്രിമൈസസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 30 ചാൻസ് ഉണ്ട്, ലോ കാറ്റഗറി ആണ്. പ്രിയാമ്പിൾ 55% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് 70% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 50% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 25% ചാൻസ് ഉണ്ട്, ലോ കാറ്റഗറി ആണ്. ലെജിസ്ലേച്ചർ 45% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. എക്സിക്യൂട്ടീവ്സ് 45% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ജുഡീഷ്യറി 60% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ഡിവിഷൻ ഓഫ് പവേഴ്സ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് 35% ചാൻസ് ഉണ്ട്, ലോ കാറ്റഗറി ആണ്. എമർജൻസി പ്രൊവിഷൻസ് 45% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. ഫിഫ്ത് ആൻഡ് സിക്സ്ത് സ്കെഡ്യൂൾസ് 20% ചാൻസ് ഉണ്ട്, ലോ കാറ്റഗറി ആണ്. ലോക്കൽ സെൽഫ് ഗവർണൻസ് 40% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. സം കീ ടോപ്പിക്സ് നമ്മൾ ഹൈ ടു മീഡിയം ലെവലിലുള്ള ടോപ്പിക്സ് ഒന്ന് നോക്കാം ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഡിഫറെന്റ് ടൈംസ് ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രിയാമ്പിള്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, എമർജൻസി പ്രൊവിഷൻസ്, ലോക്കൽ സെൽഫ് ഗവർണൻസ്. ഇനി നമ്മൾ ഹൈ കാറ്റഗറി കൊടുത്തിരിക്കുന്ന സം ടോപ്പിക്കുകളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. സോ ഇതിന്റെ ഒരു കോൺസെപ്ച്വൽ മാപ്പ് നമ്മളൊരു 1 പേജിൽ നമ്മൾ നന്നായിട്ട് റെഡിയാക്കി വെക്കണം. അതിന്റെ റൈറ്റ്സും കീ ആർട്ടിക്കിൾസും ലാൻഡ്മാർക്ക് കേസസ് ഒക്കെ 400 വേർഡ്സിൽ നമ്മളൊരു ആൻസർ സെറ്റ് ചെയ്യണം. നെക്സ്റ്റ് മീഡിയം പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, DPSPs, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, എമർജൻസി പ്രൊവിഷൻസും, ലോക്കൽ ഗവർണൻസും. ഇതിനൊരു ഫ്ലാഷ് കാർഡ് അല്ലെങ്കിൽ ഒരു സമ്മറി ഷീറ്റ് പോലെ ഡെഫിനിഷൻസും ആർട്ടിക്കിൾസും കീ കമ്മിറ്റീസ് ഒക്കെ വെച്ചിട്ട് ഒരു ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെക്കണം. നെക്സ്റ്റ് ലോ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നതാണ് ഫിലോസോഫിക്കൽ പ്രിമൈസസും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഡിവിഷൻസ് ഓഫ് പവേഴ്സും. ബുള്ളറ്റിൻ പോയിന്റ്സ് ഒക്കെ നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിയുകയാണെങ്കിൽ ആൻസർ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 3 hours ആണ്, 100 ആണ് മാക്സിമം സ്കോർ. ഇൻസ്ട്രക്ഷൻസ് വായിക്കാം. ദിസ് പേപ്പർ ഹാസ് 2 sections. Attempt 5 questions in all. Attempt at least 2 questions from each section in about 400 words each. Each question carries 20 marks. Section 1, examine the major constitutional development between 1858 and 1947 that prepared the ground for the framing of Constitution of India. Okay, so ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. സെക്കൻഡ് വൺ, ക്രിട്ടിക്കലി ഡിസ്കസ് ദ പ്രിൻസിപ്പിൾ, philosophical currents, liberal, socialist, Gandhian and others that influenced the framing of Indian constitutions. Okay, DPSP-മായി ബന്ധപ്പെട്ടുള്ളതാണിത്. Next, critically assess the schemes of fundamental rights in the Constitution of India with reference to their scope, limitation or enforcement mechanism. Okay, current നടക്കുന്ന contemporary നടക്കുന്ന സം ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾ ഒന്നും കൂടെ ആഡ് ഓൺ ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഫോർത്ത് വൺ, ഷോർട്ട് നോട്ട്സ് ആണ്. Following about 200 words. A part, preamble is an identity card of the Constitution. B, the objective and main categories of directive principles of state policy. 20 marker question on 10 each. Section 2, evaluate how the structure, composition and procedure of the Indian Parliament enable it to hold the executive accountable. Sixth one, discuss the constitutional position of President of India, distinguishing between formal powers and situations of discretionary authority. Seventh, how do the emergency provisions and the power of judicial review together shape the relationship between federalism and civil liberties in India? Discuss suitable illustrations. Okay, but illustrations എന്തായാലും attach ചെയ്തിരിക്കണം. Eighth one, write a short note on the following in about 200 words each. A, center-state relation in financial matters in the light of recent Financial Commission recommendations. B, Panchayat Raj institution and their role in promoting democratic decentralizations. ഓക്കെ, സോ ഇതിന്റെ ആൻസർ നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.